അപ്പം ഞാൻ അങ്ങനെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ വെറ്റിലെ അടക്കയും നെയ്യ് നിറച്ച തേങ്ങയും കൂടി എടുത്തിട്ട് നാളികേരവും കൂടി എടുത്തിട്ട് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് കൃഷ്ണനെ ഇങ്ങനെ നോക്കി, കർത്താവേ എൻ്റെ മോനെ രക്ഷിക്കണമേ എന്നും പറഞ്ഞാണ് അത് കെട്ടിൽ. 10 വർഷം കൊണ്ട് എന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൃഷ്ണനെ കണ്ടാലും ഗുരുവിനെ കണ്ടാലും ആരെ കണ്ടാലും അവിടെ ഞാൻ കർത്താവിനെ മാത്രമാണ് കാണുന്നത്. അങ്ങനെ എനിക്ക് കർത്താവിൽ ഒരുപാട് വിശ്വാസത്തിൽ ആഴപ്പെട്ട്. പിന്നെ ഞാൻ യൂട്യൂബിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കർത്താവേ, ഞാനിത് കാണാനും ഞാൻ പ്രാർത്ഥന എത്തിക്കുമ്പോഴും എനിക്ക് ശല്യത്തിനായി ആരും തന്നെ ഉണ്ടാവരുത്, ഇവരെല്ലാം എനിക്ക് ഒരുക്കി തന്നെ. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഞാൻ പുറത്തു പോയി വരുമ്പോൾ എൻ്റെ ഭർത്താവ് അച്ഛൻ്റെ ധ്യാനം വെച്ച് കണ്ണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ് അന്ന്. അത് കഴിഞ്ഞ് പിന്നെ ദിവസവും ഒരു വെളുപ്പിന് ഇവർക്ക് വെളുപ്പിന് 3 മണിക്ക് ബോട്ടിൽ എണീക്കണം. കാരണം വെളുപ്പിനെ എണീറ്റ് കുളിക്കും. അപ്പോൾ എണീക്കണ സമയത്ത് ഞാൻ കിടക്കായിരിക്കുള്ളൂ. ആ സമയം അച്ഛൻ്റെ ഒരു ധ്യാനം ഓൺ ചെയ്ത് തലയണടേര വെച്ചുകൊണ്ട് പോകും. അപ്പം ഞാൻ കണ്ണ് തുറക്കണത് അച്ഛൻ്റെ ഒരു ധ്യാനം കേട്ടുകൊണ്ടാണ്.